ഇത് നമ്മുടെ ബോട്ടിച്ചട്ടി ഓഫീസിനോട് ചേർന്ന് കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കണ്ട് ഈ ഒരു ലൈറ്റ് ഇതുവരെ അത് കെടുത്തിയിട്ടില്ല. അതിനൊന്നും ആരും അതിന് തയ്യാറായിട്ടൊന്നുമില്ല. ഇത് കത്തി നിൽക്കുക. ആ ലൈറ്റ് നിൽക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വേണ്ടേ, ഈ മരത്തിൻ്റെ വേരയിലായതുകൊണ്ട് ഈ ലൈറ്റ് നിൽക്കുന്നത് ഈ മരത്തിൻ്റെ വേരയിലായി നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പെടുന്ന ആ ലൈറ്റെല്ലാം കൂടെ പോകും. അത് പോയാലും പോയില്ലേലും ഇത് മറ്റാർക്കും വേദനപ്പെട്ടതല്ലല്ലോ, ആരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്ത സംഭവമൊന്നും അല്ലല്ലോ. ഈ കാട് ഞാൻ വെട്ടിയതാണ്. ഇത് മൊത്തം വെട്ടി വൃത്തിയാക്കി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇത് മൊത്തം വെട്ടി വൃത്തിയാക്കി ഈ ഓഫീസറൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഇനി ഇതിവിടെ കാട് പിടിക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോണമെന്ന്. അവർ ചെയ്യത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്നെപ്പോലെ വട്ടിപ്പോൾ അവർക്കില്ലല്ലോ. അവർക്ക് മാസം സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ അവർക്കത് വെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ച് ആ ബോട്ടിയുടെ അടിത്തറ മൊത്തം ഇത് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. അടിത്തറയെല്ലാം ഈ വേര് കയറി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുതന്നെ ഇതിൻ്റെ ചുറ്റിനുമുള്ള മരങ്ങളെല്ലാം ഈ വേര് ഇറങ്ങിയിട്ട് ഈ കെട്ടുകൾ കംപ്ലീറ്റ് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ കൽക്കെട്ട് ഇവിടെ ഇങ്ങനെ വണ്ടി കയറിയിട്ട് ഇത് കണ്ടോ, ഇവിടെ മൊത്തം പൊളിയുകയാണ്. ഇതിപ്പോൾ ഇവർ കെട്ടാനായിട്ടുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. അതെവിടെയെങ്കിലും മെയിനായിട്ട് പോയിരിക്കുന്നിടമൊക്കെ ഇവർ കെട്ടത്തുള്ളൂ. കണ്ടോ, അവിടെ വലിയൊരു അള്ളായിരുന്നു. ആ ഇപ്പോൾ അവിടെ അവർ കെട്ടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബണ്ട് റോഡ് അങ്ങോട്ട് മുന്നോട്ട് മൊത്തം ഇടിഞ്ഞു നിൽക്കുക. ഇതൊക്കെ ഏത് സമയവും അപ്പുറത്തോട്ട് മറിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ബലപ്പെടുത്തണം. ഈ ബണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തീർത്തും പോയി കിടക്കുക, പൊളിഞ്ഞ് കിടക്കുക. ഇതൊക്കെ ടൂറിസത്തിൻ്റെ വകുപ്പിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പെടുത്തിയിട്ട് ഇത് അറിയിക്കേണ്ടവരെ ഒക്കെ അറിയിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയാണല്ലോ ഇരിക്കുന്നത്. സാറിനെ ഇതൊക്കെ കാണിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് ഇറിഗേഷൻ്റെ ആൾക്കാരാണ് ഇത് കാണിക്കേണ്ടത്, ഞാനല്ല. അപ്പോൾ ഞാൻ അടുത്ത ദിവസം പുള്ളിയെ കാണാൻ പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചങ്ങനാശ്ശേരിയിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്ത് അത് ചെയ്യേണ്ടത്. ഇവരത് ചെയ്യത്തില്ല. ഇതിൻ്റെ നല്ലൊരു ഭാഗം സ്ഥലവും ഇതുപോലെ ഇടിഞ്ഞു കിടക്കുക. ഇതിങ്ങനെ റൗണ്ടിൽ ഈ ബണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് പാണ്ടിച്ചലക്കടവിലോട്ട് പോകുന്ന ഒരു ബണ്ട ഇങ്ങനെ കറങ്ങിപ്പോവും. ഇത് നേരെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഏരിയയൊക്കെ നന്നാക്കിയെടുത്താൽ പാണ്ടിച്ചാലക്കടവ് വരെ ഇതിങ്ങനെ ഭംഗിയായ രീതിയിൽ ഈ കെട്ടൊക്കെ പണിതിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാവിലത്തെ നടപ്പുകാർ ഉണ്ടല്ലോ, അവർക്കിങ്ങനെ ചങ്ങനാശ്ശേരി അഞ്ചുവിളക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടന്ന് വന്നാൽ ഏതാണ്ടൊരു 2 കിലോമീറ്റർ ഇത് ചെയ്യാം. വീണ്ടും കൂടുതൽ നടക്കേണ്ടവർക്ക് വീണ്ടും നടന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികസന സാധ്യതകളും ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു സ്ഥലമാണിത്. ഏതാണ്ട് ഇപ്പോൾ പോളവാര് തുടങ്ങി എല്ലാം ഇവിടെ വാരി വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ എടുത്ത് കാണിക്കുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും ഒന്നും ഇവിടെ ഒന്ന് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അറ്റത്ത് ഒരു 2 കുടുംബം താമസിക്കുന്നുണ്ട്, അവരാണ് ഇത് കാണുന്നത് എന്നും. അപ്പോൾ അവർക്ക് വേണ്ടി എന്നുള്ളതല്ല, ഇത് നാടിന് വേണ്ടി ഇത് നല്ല രീതിയിൽ പണിതിട്ടാൽ ഇതെല്ലാവർക്കും പ്രയോജനമായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ചങ്ങനാശ്ശേരിക്കാരെല്ലാവരും കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എടുത്തിടുന്നത്.